പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. എച്ച് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തത്. 4.80 ലക്ഷം രൂപ ചെലവിൽ 28 വയോജനങ്ങൾക്കാണ് ശ്രവണ സഹായികൾ നൽകിയത്. എച്ച് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. 111 നമ്പർ അംഗൻവാടി ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PG സേരസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനേന്ദ്രൻ, സ്ഥിരസമിതി അധ്യക്ഷരായ സുലഭ ഷാജി, NK ബിജുമോൻ എന്നിവർ പങ്കെടുത്തു. കാൽ നൂറ്റാണ്ട് കഴിഞ്ഞു ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഓരോ പഞ്ചായത്തിലെയും ഓരോ പ്രദേശത്തിലെയും ജനങ്ങൾക്കനുസരിച്ച്, അവരുടെ തൊഴിലിനനുസരിച്ച്, അവരുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച്, അവരുടെ ആവശ്യമനുസരിച്ച് പദ്ധതി രൂപീകരിക്കാനും അത് കൃത്യമായി നടപ്പിലാക്കി ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് നേരിട്ട് എത്തിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം, ഒരു സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ജനകീയ ആസൂത്രണ പദ്ധതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ഗുണം. ആ സാധ്യതയെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പുന്നപ്ര സൗത്ത് ഗ്രാമപഞ്ചായത്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് നടത്തിയൊരു ചടങ്ങിൽ ഞാനും പങ്കെടുത്തു. ആ ചടങ്ങിൽ അവിടെ കണ്ണട വിതരണമാണ് നടത്തിയത്. അത് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളുടെയും കുട്ടികളുടെ കാഴ്ച പരിശോധിച്ചു. സാധാരണ ആരും പെട്ടെന്ന് കുട്ടികൾ കാഴ്ച പരിശോധിക്കാറില്ല. അപ്പോൾ പ്രായം ചെല്ലുമ്പോൾ നമുക്ക് കാഴ്ച വാങ്ങുമ്പോൾ നമ്മൾ പോയി പരിശോധിക്കുകയും കണ്ണട വാങ്ങിച്ചു വെക്കുകയും ചെയ്യും. പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യം അങ്ങനെ പലപ്പോഴും ശ്രദ്ധിക്കില്ല. തീരെ നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നാൽ മാത്രമേ അങ്ങനെ പരിശോധിച്ച് ചികിത്സ തേടുന്ന സാഹചര്യം വരാറുള്ളൂ.